ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകണ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പം മക്കളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പാടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കാക്കൂൻ്റെ ഉമ്മയും ഇപ്പയും പിന്നെ ഞങ്ങളൊരു അമ്മായിയും എല്ലാവരും പാടൊക്കെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. ഇനി പെരയിൽ പോയിട്ട് ഉമ്മാനിട്ട് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതേന്ന്. അങ്ങനെ പിന്നെ കാക്കാൻ്റെ വീടെത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഫോട്ടോ എടുത്തതേന്ന് വീഡിയോ. അപ്പോൾ അതിൽ ആഡ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ അമ്മായിയും ഉമ്മയും എല്ലാവരും വന്ന് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊക്കെ വന്നിക്കണം എല്ലാവരും ഇരുന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ റോട്ടുമ്മത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതേന്ന്. അപ്പോൾ ഇതിൻ്റെ അമ്മായിയാണ്, അത് പിന്നെ കാക്കൂൻ്റെ അമ്മയാണ്, പിന്നെ അത് ഇപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പല കഥയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം മക്കൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറയണൊക്കെ ഉണ്ട്. അങ്ങനെ പുത്തൻതേര് എത്തിയേക്കണേ. അപ്പോൾ ഞാൻ പുത്തൻതേര് ഒന്ന് തിരുവക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കയറി എണ്ണയൊക്കെ അടിച്ച് അങ്ങനെ വേണം പോവാൻ. അങ്ങനെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ മോളിപ്പാൻ്റെ അടുത്താണ് ഇരിക്കൽ. മോൾക്ക് ഉപ്പാനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ കാരണം ഓൾ അവിടെ തന്നെ ഇരിക്കലുള്ളൂ, ഉപ്പാൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോണ വഴി കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തതേന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോൾ പിന്നെ ഇറ്റാവാനിരിക്കണം, മരുബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കണം. അങ്ങനെ പിന്നെ അവിടെ എത്തി ഞങ്ങളൊരു ബേക്കറി കടയിൽ കയറി. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ബേക്കറി ഐറ്റംസും മുട്ടായും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് വണ്ടി സൈഡാക്കണം. അങ്ങനെ ഇപ്പോൾ പോകുന്നുണ്ട് സാധനം വാങ്ങാൻ. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് ഒരു ഫേമസ് ബേക്കറിയിൽ നിന്ന്. അങ്ങനെ ഇപ്പോൾ സാധനമൊക്കെ ഇട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇനി ഓളെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ അടുത്ത് തന്നെയാണ് ഓളെ വീട് വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓളെ വീടെത്താനയക്കണേ. അപ്പോൾ ഓളെ വീടാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഓളെ വീട്ടിലെത്തിയപ്പോൾ രാത്രി ആയിക്കണേ. ഓളെ വീടാണ് ആ കാണുന്നത്. വെള്ള പെയിൻ്റ് അടിച്ച വീടാണ് ഓളെ വീട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും അവിടുന്ന് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി. അങ്ങനെ മക്കൾ അവിടുന്ന് കണ്ടുക്കണം. അങ്ങനെ ഓൾക്ക് നല്ല ചെടിയൊക്കെ ഉണ്ട് ഓളെ വീട്ടിൽ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തതിന്ന്. അങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങളെല്ലാവരും ഓളെ വീട്ടിൽ കയറി. മക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തത്തെ കുറച്ചൊരു വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ മക്കൾ വന്നേക്ക് ഊഞ്ഞാലുണ്ട്. അപ്പോൾ അവിടെ ആടാൻ വേണ്ടി മക്കളെല്ലാവരും പാടൊക്കെ പോവുകയാണ്. അപ്പോൾ മോനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്. അപ്പോൾ അത് കാരണം ഓനക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഓനെ അല്ലാതെ ആടിയിട്ടില്ലേന്ന്. അങ്ങനെ ഇപ്പം മോളും എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ ഒരല്ല കളിയിലാണ് മക്കൾ. ആയിഷുവിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഓള് കുമ്മട്ടിക്കൊക്കെ കൊണ്ടരിപ്പിച്ച് വെച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ ഞങ്ങൾ മുറിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഞാനാണ് മുറിച്ചിങ്ങാണ്ട് പ്ലേറ്റിലിട്ടത്. ഞങ്ങൾക്ക് വേറെ പണി എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊക്കെ കൊടുത്ത്. അങ്ങനെ ഇപ്പം ടി വി കാണുന്നുണ്ട്, ന്യൂസ് കാണുകയാണ്. അങ്ങനെ പിന്നെ മക്കളെല്ലാവരും അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ കയറി കഴിഞ്ഞിട്ടാണ് ഓളോടുന്ന് വന്നതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൽ പോയപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട്, സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിരിക്കണം. പൊറാട്ടയും പിന്നെ കുറുമക്കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഓളോടുന്ന് പോകുന്നത്. അങ്ങനെ പിന്നെ മോളിപ്പാനായിട്ട് ഭയങ്കര കളിയാണ്. അത് നാത്തൂൻ്റെ മോളാണ്. ഇപ്പാനിട്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ഓൾക്ക് നല്ല ഇഷ്ടമാണത്. പിന്നെ ഓളും കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വരാനുള്ള ഏർപ്പാടൊക്കെ നോക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വരാൻ നേരത്തെ നല്ല മഴയും പിന്നെ ചെറുതായി ഇടിയൊക്കെ വിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഒക്കെ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ മറക്കാതെ ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക.